തനിക്ക് എന്താണ്? എന്തടി? താൻ വെള്ളം അടിച്ചിട്ടുണ്ടോ? പിന്നെ എനിക്ക് സന്തോഷം വരുമ്പോ ഞാൻ ഒത്തിരി കുടിക്കും. മുഖത്ത് എന്താ പറ്റിയേ? ഒന്ന് വീണതാ. എന്നിട്ട് എന്തായാലും പറ്റിയോ? നീ എന്തിനാണ് പേടിക്കണേ? നീ ഹാപ്പി അല്ലേ? പ്ലീസ്. കരയണോ? കരയേണ്ടത് ഞാനല്ലേ? നിനക്ക് ഇത്രയും ദേഷ്യം ഉണ്ടെന്ന് അറിയുമായിരുന്നെങ്കിൽ ഞാൻ നിന്നെ കല്യാണം പോലും കഴിക്കില്ലായിരുന്നു. എനിക്ക് തന്നോട് ദേഷ്യം ആരാ പറഞ്ഞേ? എന്നോട് ഒട്ടും ദേഷ്യമില്ലാത്തോണ്ടായിരിക്കും അടുത്ത കല്യാണം എങ്ങനെ കഴിക്കാന്ന് ആലോചിച്ചത്. മിണ്ടരുത്. നിനക്കെന്നെങ്കിൽ എന്നോട് പറയാൻ പാടില്ലായിരുന്നോ? എന്ത് പറയാൻ? നിനക്ക് ഈ റിലേഷന് താല്പര്യമില്ലായിരുന്നെന്ന് പറഞ്ഞുകൂടാർന്നോന്ന്? അങ്ങനെയൊന്നുമില്ല. നിന്നെ മാത്രം കുറ്റം പറയാൻ പറ്റില്ല. നിന്റെ പോലും സമ്മതമല്ലാണ്ടല്ലേ ഞാൻ നിന്നെ കല്യാണം കഴിച്ചത്. വേറെ ആർക്കെങ്കിലും കെട്ടിച്ചു കൊടുക്കാണ്ടിരിക്കാനാണ് നിന്നെ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന പ്രായത്തിൽ തന്നെ വാശി പിടിച്ച് ഞാൻ വാങ്ങിയെടുത്തത്. നീ വിചാരിച്ചാണ പോലെ വീട്ടുകാർ നിർബന്ധിച്ചിട്ടല്ല ഞാൻ നിന്നെ കെട്ടിയത്. എനിക്ക് നിന്നെ വേണമെന്നുള്ളതുകൊണ്ടാ. പക്ഷെ എനിക്ക് ഇപ്പോഴും മനസ്സിലാകാത്തൊരു കാര്യം, നിനക്കെന്താ എന്നോട് ഇത്ര ദേഷ്യം എന്നാ? ഞാൻ വിചാരിച്ചത് നിനക്ക് ഇഷ്ടമുള്ളതുകൊണ്ടാണ് നീ എന്നോട് വഴക്കുണ്ടാക്കണേന്ന്. പക്ഷെ എനിക്ക് തെറ്റി. നീ വേറെ എന്തോ കാരണം കൊണ്ടാണ് എന്നോട് ഈ ദേഷ്യം കാണിക്കണതെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ നിന്റെ ദേഷ്യത്തിൻ്റെ കാര്യമൊന്നും എനിക്കറിയണ്ട. പക്ഷെ എനിക്കൊന്ന് നിന്നോട് പറയാനുണ്ട്. ഐ ലവ് യു. താൻ പോയി കിടക്ക്, നാളെ സംസാരിക്കും ഇനി ബാക്കി. എന്തായേ? അത് വിടുന്നതിന് ഇഷ്ടപ്പെട്ട കല്യാണം നടത്തിയെങ്കിൽ അത് പാറുവിന് അറിയായിരിക്കും. ഇന്നത്തെ പ്രശ്നം കാരണം പാറുവിനോട് മിണ്ടില്ല. സച്ചേട്ടനോട് ചോദിക്കാം. സച്ചേട്ടൻ ഒന്ന് വരുമോ? പിന്നെ എന്നാ വരാലോ. എന്താണ് പറഞ്ഞോളൂ. ഞാനൊരു കാര്യം ചോദിക്കാം, അതിന് സത്യമായിട്ടുള്ള ഉത്തരം പറയണം, കള്ളം പറയരുത്. അയ്യോ, ഞാൻ കള്ളം പറയാറില്ല. ഒട്ടും കള്ളം പറയാറില്ല. എന്റെ ചോദ്യം ഇതാണ്, എന്റെ നിശാലിന്റെ കല്യാണം നടന്നത് എങ്ങനെ? കേട്ട് അറിഞ്ഞൂടെ? അവനൊരു താലി എടുത്ത് നിന്റെ കഴുത്തിൽ കെട്ടി നിങ്ങളുടെ കല്യാണം കഴിഞ്ഞ്. എന്ത്? അല്ല, എന്റെയും പാറുവിന്റെ കല്യാണം അങ്ങനെയാ കഴിഞ്ഞ്. അതല്ല, ഇത് ആരുടെ സമ്മതത്തോടെ ഈ കല്യാണം നടന്നേന്ന്? അത് കഴിഞ്ഞിട്ട് സമ്മതിച്ചോണ്ടല്ലേ. ഞാൻ ചോദിച്ചതെന്നു വെച്ചാ, ഈ കല്യാണം നടന്നപ്പോ എന്റെ അച്ഛനും അമ്മയും നിർബന്ധിച്ചിട്ടാണ് ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചത്. അതേപോലെ അവന്റെ ആര് നിർബന്ധിച്ചിട്ടാണ്? അവന്റെ അച്ഛനും അമ്മയും നിർബന്ധിച്ചോണ്ട്. ഞാൻ പറഞ്ഞിട്ട് കള്ളം പറയരുത്, സത്യം പറയണമെന്ന്. നിനക്കിത് കള്ളമെന്ന് തോന്നാൻ കാരണം? അത് സച്ചോട്ടം പറയണേട്ട് ആർക്കായാലും അത് കള്ളാന്ന് മനസ്സിലാവും. ഇത് കള്ളാന്ന് തോന്നണമെങ്കിൽ നീ എന്തായാലും സത്യം അറിഞ്ഞിട്ടുണ്ടാവൂലോ. ഞാനൊരു സത്യം അറിഞ്ഞിട്ടില്ല. നീ ഒരു സത്യം അറിയാത്ത സ്ഥിതിക്ക് ഇത് തന്നെയാണ് സത്യം. ഞാനൊരു കാര്യം അറിഞ്ഞു. അന്നാ എന്താ അറിഞ്ഞെന്ന് പറഞ്ഞ? അവൻ പറഞ്ഞിട്ടായി കല്യാണം നടന്നേന്ന്. ഇതാരാ നിന്നോട് പറഞ്ഞു? അവൻ. ഏതില്ല അവൻ? വിശാല്, അല്ലെങ്കിൽ നിങ്ങളുടെ കിച്ചു. അവനെന്താ നിന്നോട് പറഞ്ഞു? അവൻ നിർബന്ധിച്ചിട്ടാണ് ഈ കല്യാണം നടന്നേന്ന്. അത് സത്യമാടി? അവന് നിന്നെ ഒത്തിരി ഇഷ്ടവാ. ശരിക്കും? ആടി പെണ്ണെ, അവന്റെ ഒരു ഒറ്റ വാശി കാരണമാണ് നിന്നെ അവനെ കൂടി പിടിച്ച് കെട്ടിച്ചത്. എന്നിട്ട് അവൻ പറഞ്ഞത് അവനെന്നെ ഇഷ്ടമല്ല എന്നൊക്കെ അറിഞ്ഞല്ലോ. അതിന്റെ കാരണം എനിക്ക് അറിഞ്ഞൂടാ. ചിലപ്പോ നിന്റെ മുമ്പിലുള്ള വില കളയണ്ടെന്ന് വെച്ചിട്ടാവും. എന്നാ സച്ചേട്ടൻ നടന്നോ, ഞാൻ പോവാ. കിച്ചു, നീ കുഞ്ഞാറ്റനെ പ്രപ്പോസ് ചെയ്തല്ലേ? ഞാനോ? അല്ല, ഞാനെപ്പോഴാ പറഞ്ഞേ? അറിയുന്ന പോലെ നിക്കാം. ഞാൻ അവളോട് ഇന്നലെ ഇഷ്ടാന്ന് പറഞ്ഞു. എത്ര നാളാന്ന് വെച്ചാ പറയണ്ട കിടക്കണേ. അതെന്തൊക്കെയായാലും നന്നായി. ഏട്ടാ, ഞാനെന്നാ പോട്ടെ, നമുക്ക് ഓഫീസിൽ വെച്ച് കാണാം. കിച്ചു പോവാണ്, എന്തെങ്കിലും കഴിച്ചിട്ട് പോടാ. ഏട്ടത്തി വേണ്ട, എനിക്ക് വിശക്കണില്ല. എന്റെ ദൈവമേ, ഞാൻ ഇന്നലെ അവളെ പ്രപ്പോസ് ചെയ്തോ? ഏട്ടൻ ഇനി പറ്റിക്കാൻ പറഞ്ഞാണോ? പറ്റിക്കാൻ പറഞ്ഞാണ് ഞാൻ പിന്നെയും ചമ്മിക്കോപ്പ്. കുറച്ച് ദിവസത്തേക്ക് ഇനി ഏട്ടനെ അവളെ ഫേസ് ചെയ്യേണ്ടി നടക്കണം. ഇത്ര പെട്ടെന്ന് അവന് ഇഷ്ടാന്ന് പറയുന്നത് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാനും പ്രതീക്ഷിച്ചില്ല. പ്രണവ് കാരണം ഇങ്ങനെയെങ്കിലും ഒരു ഉപകാരം ഉണ്ടായി. അയ്യോ, പോവാറായോ? സച്ചേട്ടാ, ഒന്ന് കുഞ്ഞാറ്റോട് പറയണ്ടോന്ന് ചോദിക്കാം. ഞാൻ ഒന്ന് പോയി റെഡി ആവട്ടെ. നീ എന്തിനാ ഇത്ര നേരത്തെ പോണേ? എനിക്കിന്ന് സ്പെഷ്യൽ ക്ലാസ് ഉണ്ട്. ഒന്ന് ചെന്ന് ചോദിക്ക്, ഞാൻ പോയി റെഡി ആവട്ടെ. കൊച്ചേ, നീ 3 ദിവസമായിട്ട് ക്ലാസ്സിൽ വരാത്തെ? ചോദിച്ചു കേട്ടില്ല, എന്തേ 3 ദിവസമായിട്ട് ക്ലാസ്സിൽ വരാത്തേ? അത് തന്നെ, എനിക്ക് വയ്യായിരുന്നു. എന്നിട്ട് എന്തേ എന്നോട് വന്ന് പറയാണ്ടിരുന്നത്?
കൊച്ചനോട് മിണ്ടില്ലായിരുന്നല്ലോ. ഐശ്വര്യ കരയണ. കൊച്ചിനോട് ഞാൻ പറഞ്ഞു ഞാൻ മിണ്ടില്ലാന്ന്. കൊച്ച് സത്യമായിട്ട് ഞാൻ മാരേജ് ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. ഞാൻ അവനോട് മിണ്ടിയിട്ടില്ല. ഞാൻ ചോദിച്ചത് എന്താ, കൊച്ച് പറഞ്ഞത് എന്താ? കൊച്ച് സത്യമായിട്ട് ഞാൻ മാരേജ് ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. ശരി ശരി, ആ കരച്ചിലൊന്ന് നിർത്ത്. കരഞ്ഞ അസുഖമൊന്നും വരുത്തി വെക്കല്ലേ. കരച്ചിൽ നിർത്തിക്കേ, എന്നെ നോക്ക്. ശരിയാ, ഞാൻ അന്നേരം എന്താണ്ടൊക്കെ വിളിച്ചു പറഞ്ഞു. ഒരാണ് വന്നിട്ട് വെറുതെ ഞങ്ങൾ മാരേജ് പ്ലാൻ ചെയ്തതൊന്നും പറയില്ലല്ലോ. എൻ്റെ മൈൻഡിൽ അപ്പോൾ പെട്ടെന്ന് വന്നൊരു കാര്യമായിരുന്നു കൊച്ചിൻ്റെയും കിച്ചുൻ്റെയും കല്യാണം. കിച്ചുവിനെ കെട്ടാൻ കൊച്ചിന് താല്പര്യമില്ലെന്ന് പറഞ്ഞപ്പോൾ അതെന്താണ്, വേറെ ആരെങ്കിലും ഇഷ്ടമാണോ എന്ന് വെച്ചപ്പോൾ കൊച്ചു അന്നേരം എന്നോട് ഇല്ലെന്നാണ് പറഞ്ഞത്. പെട്ടെന്ന് ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് എന്താ പറയണ്ടേന്ന് അറിയണ്ടായി പോയി. അതാണ് അന്നേരത്തെ ഒരു ദേഷ്യത്തിൽ ഞാൻ എന്തൊക്കെയോ വിളിച്ച് പറഞ്ഞത്. അതുകൊണ്ടാണ്, അല്ലാണ്ട് കൊച്ചിന് ഇഷ്ടമല്ലാഞ്ഞിട്ടല്ല. നിങ്ങൾ വന്നേ, ഇനി കരയരുത്. അയ്യേ ചിരിക്കണ നോക്കി. പിന്നെ ഞാനൊരു കാര്യം പറയാം. നാളെ തൊട്ട് മര്യാദയ്ക്ക് ക്ലാസ്സിൽ വന്നോളാം. ചുമ്മാ ലീവ് എടുത്തിരിക്കുക. ചെല്ലു പൊക്കോ, ഞാൻ ക്ലാസ്സിൽ പോവാം. കുറച്ച് വൈകിട്ട് പോകാൻ നേരത്തെ തന്നെ വന്ന് വിളിക്കണം കേട്ടോ. ടാറ്റ. വിളിക്കുക, ചെല്ല്. നക്ഷു പോലെ, ഞാൻ പറയണെന്ന് കേക്ക്. എനിക്കൊന്നും കേക്കണ്ട. നക്ഷു പ്ലീസ്, ഞാൻ പറയണെന്ന് കേക്ക്. എനിക്കൊന്നും കേക്കണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഞാനൊന്ന് പറയട്ടെ പ്ലീസ്. ഓക്കെ, താനിവിടെ ഇരുന്ന് പറഞ്ഞോ. എനിക്കിപ്പോ കേൾക്കാൻ ടൈമില്ല. ഞാൻ വേണമെങ്കിൽ നിന്റെ കാല് പിടിക്കാൻ. ഞാൻ പറയണമെന്ന് കേക്കോ? താൻ എന്റെ കാലൊക്കെ പിടിച്ച് ഇതിന് മാത്രം എന്താ പറയാൻ പോണേ? സോറി. താൻ ഈ സോറി പറഞ്ഞെന്ന് വെച്ച് എന്റെ വീട്ടിൽ ഉണ്ടായ പ്രശ്നമൊക്കെ അങ്ങ് തീരുവോ? ഇല്ല. പിന്നെ എന്തിനാ വെറുതെ? എനിക്കിപ്പോൾ തന്നോട് മിണ്ടണത് പോലും ഇഷ്ടമല്ല. അത്രയ്ക്കും വെറുപ്പ എനിക്ക് തന്നോട്. എന്നാണോ ഞാൻ താനായിട്ട് മാരേജൊക്കെ പ്ലാൻ ചെയ്തതെന്ന് പറഞ്ഞു തരും. തൻ്റെ ഭാര്യ എന്നെ നാക്കില്ലേ? താൻ ഈ നക്ഷുകളെ ഒന്ന് നിർത്തുന്നുണ്ടോ? താൻ മാരീഡാണെന്ന് താൻ എന്നോട് പറഞ്ഞില്ലായിരുന്നല്ലോ. അതുകൊണ്ട് തനിക്ക് എന്തും വിളിച്ച് പറയാവോ? ഓ ശരി, ഇപ്പൊ ഞാൻ മാരീഡാണെന്ന് തനിക്കറിയില്ലേ? പിന്നെ എന്തിനാ എന്റെ പുറകെ നടക്കണത്? ബിക്കോസ് ഐ ലവ് യു. എന്തെന്ന്? എനിക്ക് തന്നെ കണ്ടപ്പോൾ മുതൽ ഇഷ്ടമായിരുന്നു. അതാണ് ഞാൻ തന്നോട് വന്ന് മിണ്ടുകയൊക്കെ ചെയ്തത്. തനിക്ക് വെളുപ്പും ബോധമൊന്നുമില്ലേ? പക്ഷെ ഞാനിനി നിന്നെ അങ്ങനെ കാണില്ല. പക്ഷെ നീ ഞാനായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് വേണ്ടെന്ന് വെക്കില്ല. ഒരു തവണ താനായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കി എന്തൊക്കെ ഉണ്ടായെന്നറിയോ തനിക്ക്? അത് അങ്ങനെയൊക്കെ പറഞ്ഞ തന്നെ ഞാനിനി എന്ത് വിശ്വസിച്ച് കൂടെ നിർത്താനാ? ഞാനിനി അങ്ങനെ പറയില്ല. ഇതിലെനിക്ക് ഒരു ഉറപ്പുമില്ല. ഞാനിനി അങ്ങനെയൊന്നും പറയില്ല നക്ഷു, ഉറപ്പാണിത്. ഓ ശരി, ഞാനത് വിശ്വസിച്ചു. ഞാനൊരു കാര്യം അങ്ങോട്ട് ചോദിക്കട്ടെ? താൻ എന്തൊക്കെയാന്ന് വിളിച്ചു പറഞ്ഞെന്ന് തനിക്ക് വല്ല ബോധമുണ്ടോ? ഐ ആം റിയലി സോറി നക്ഷു. തന്റെ വായന സോറി അല്ലാണ്ട് വേറെ ഒന്നും വരില്ല. ഈ പ്രാവശ്യം താൻ ഇത് പറഞ്ഞു, അടുത്ത പ്രാവശ്യം ഇനി എന്താ പറയാന്ന് ആർക്കറിയാം? ഞാൻ പറഞ്ഞില്ലേ, ഞാനിനി അങ്ങനെയൊന്നും പറയില്ല. ഒന്ന് മാറുമോ? ഞാനൊന്ന് പൊക്കോട്ടെ? ഞാൻ മാറാം, പക്ഷെ എന്നോട് പഴയ പോലെ മിണ്ടണം. ഒന്ന് മാറ്. അങ്ങേരെ വീട്ടിൽ തന്നില്ലേന്നാവോ? ലാസ്റ്റ് ആയിട്ട് വെള്ളം അടിച്ച് വന്നപ്പോഴാണ് തോന്നുന്നത് ഞാൻ കണ്ടത്. അവള് കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായാ മതിയായിരുന്നു. എന്തോന്ന് കാണിക്കണേ? അമ്മ, എന്താ? ഹായ്. താനെന്താ ആദ്യമായിട്ടാ കാണണേ? എന്നതാടോ? നീ എന്താ ഇവിടെ നിക്കണേ? പിന്നെ ഞാൻ ഈ പാതിരാത്രി മുറ്റത്ത് ഇറങ്ങി നിക്കണോ? ഓ, രാത്രിയായല്ലേ. സാറൊന്ന് അവിടെ നിക്കാവോ? എന്താ? താൻ വീട്ടില് വന്നിട്ട് എത്ര ദിവസമായി? ഞാൻ എല്ലാ ദിവസവും വന്നിട്ടുണ്ട്. നീ നേരത്തെ കിടന്ന് ഉറങ്ങണോണ്ട് എനിക്ക് വർക്ക് കുറച്ച് കൂടുതലുണ്ട്. 12-1 മണി വരെ ചെയ്യാനുള്ള ജോലി പുള്ളി നിങ്ങൾക്ക് തന്നോ? ഞാനേ കുറച്ച് ദിവസമായിട്ട് 12-1 മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് കിടക്കുന്നത്. അതിനു മുന്നേ ഒന്നും താൻ വന്ന് ഞാൻ കണ്ടില്ല. അതുകൊണ്ടാണ് ചോദിച്ചത് 12-1 മണി വരെ ചെയ്യാനുള്ള വർക്ക് ഉണ്ടായിരുന്നോ എന്ന്. അത് തന്നെ, വർക്ക് കുറച്ച് പെൻഡിങ് ഉണ്ടായിരുന്നു. നാളെ തൊട്ട് മര്യാദയ്ക്ക് നേരത്തെ വന്നോളാം. ഉറങ്ങാണ്ടിരുന്ന് വെളിവും ബോധവും പോയോ? നാളെ തൊട്ട് നേരത്തെ വന്നേക്കണോന്ന്. ഓക്കെ.
എന്ത് പറ്റി ഇന്ന് ഇത്ര വൈകി? ഞാൻ എണീക്കാൻ വൈകിപ്പോയി. ഓ, ഫസ്റ്റത്തെ 2 പീരീഡ് ഫ്രീ പീരീഡ് ഓടണ്ട. ഓ, രക്ഷപ്പെട്ട്. എവിടെ പോവാ? ഞാൻ ലൈബ്രറിയിലേക്ക് പോവാ, നോട്ട് എഴുതാൻ. എന്നാ നിക്ക്, ഞാനും വരാം. നക്ഷു, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ചോദിച്ചോ. നീ എന്താ മാരീഡാന്നുള്ള കാര്യം എന്നോട് പറയാഞ്ഞത്? ഓ, അതൊരു വലിയ കഥയാ. പറയേ, നീ ചുരുക്കി പറഞ്ഞാൽ മതി. ഓ, പറയാം. പക്ഷെ നീ ഇത് വേറെ ആരോട് ചെന്ന് പറയാൻ നിൽക്കരുത്. ഏയ് ഇല്ല, പറയത്തില്ല. എനിക്ക് ഈ കല്യാണത്തിന് താല്പര്യമില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ആരോടും ഈ കാര്യം പറയാത്തത്. എന്താ, നിനക്ക് വേറെ വല്ല റിലേഷനും ഉണ്ടായിരുന്നോ? ഏയ്, അതുകൊണ്ടൊന്നുമല്ല. ഞാനും എന്നെ കല്യാണം കഴിച്ചേക്കുന്ന ആളും ഞങ്ങൾ ഒരേ സ്കൂളിൽ പഠിച്ചതാണ്. അപ്പം ഞങ്ങൾ ആ ടൈമിലുണ്ടായ കുറച്ച് പ്രശ്നമൊക്കെ കാരണം എനിക്ക് ഈ മാരേജിന് താല്പര്യമില്ലായിരുന്നു. എന്ത് പ്രശ്നം? അത് ഞങ്ങൾ ആദ്യമായിട്ട് മിണ്ടണത് വഴക്കിലൂടെയാണ്. പിന്നെ അങ്ങോട്ടുള്ള എല്ലാ ദിവസവും ഞങ്ങൾ നിരത്തി പിടിച്ച് വഴക്ക് കൂടുകയായിരുന്നു. അവൻ എന്തെങ്കിലും പണി എനിക്ക് തരും, ഞാൻ അവനും കൊടുക്കും. അങ്ങനെ ഒരു ദിവസം അവൻ എന്തെങ്കിലും പണി കൊടുത്തേ പറ്റൂ. പക്ഷെ എന്ത് കൊടുക്കും ഞാൻ? കിട്ടി. ഇത് കൂടിപ്പോയോ? കുഴപ്പമില്ല, അവനല്ലേ. എടാ, ഒന്ന് വരുമോ? എന്താ? ഇതേ അവിടെ നിൽക്കുന്ന കുട്ടീനെ കണ്ടോ? ആ കുട്ടിക്ക് ഒന്ന് കൊണ്ടു കൊടുക്കുമോ? എന്നിട്ട് ഇത് +2 പഠിക്കുന്ന നിശാല തന്നാന്ന് കൂടി ഒന്ന് പറയണം. ഓക്കെ. ഹായ്. ഹലോ. എന്താ ഇത്? എനിക്കറിയില്ല. +2 പഠിക്കുന്ന നിശാലേട്ടൻ തരാൻ പറഞ്ഞതാ. ഓക്കെ, താൻ പൊക്കോ. ഡോ, താനല്ലേ +2 പഠിക്കുന്ന നിശാല്? അതെ, എന്തോ? ഇത് താൻ എഴുതിയതല്ലേ? ഇത് എന്താ എഴുതി വെച്ചിരിക്കണേന്ന് നോക്ക്. താൻ ഈ എഴുതി വെച്ചേക്കണേനൊക്കെ ഞാൻ എന്തെങ്കിലും പണി തന്നില്ലെങ്കിൽ എൻ്റെ പേര് താൻ മാറ്റിക്കോ. അതെ അതെ, ഞാൻ എന്തെഴുതിയെന്ന് താൻ പറയണേ? താൻ എഴുതിയ കാര്യം എന്താണെന്ന് തനിക്ക് അറിഞ്ഞൂടാ. അല്ലെങ്കിലും കയ്യിൽ പേപ്പറല്ലേ ഇരിക്കുന്നിടത്ത് വായിച്ചു നോക്ക്. ഇതാരെഴുതിയേ? എൻ്റെ അടുത്ത് പൊട്ടം കളിക്കരുത് കേട്ടോ. ഇതാരെഴുതിയെന്ന് എനിക്ക് മനസ്സിലായി. അവക്കൊട്ടുള്ള പണി ഞാൻ കൊടുത്തോളാം, നീ പോവാൻ നോക്ക്. പിന്നെ ഇത് ഞാൻ എഴുതിയതല്ല. ഇനി ഇതിൻ്റെ പേരിലും ഇത് പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ട. വേണ്ട വേണ്ടെന്ന് വിചാരിക്കുമ്പോൾ തലയിൽ കയറി നിന്ന് ഇറങ്ങണോ? താൻ എന്തെന്നൊക്കെ വിളിച്ചു വരാണ്. മേഡത്തിന് ഒന്നും അറിയില്ലല്ലേ? ആ കത്ത് എഴുതി കൊടുത്തു വിട്ടത് നീയാന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ആർക്കൊരു കത്ത് ഒരു കോപ്പ് എഴുതിയിട്ടില്ല. താൻ പോവാൻ നോക്കും. പ്രശ്നമെല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് നീ എന്നോട് എങ്ങോട്ട് പോവാനാ പറയണത്? എടാ നിശാലെ, നീ എന്താ കാണിക്കണ? വിടാ ഇവിടെ, കൈന്ന് വിടടാ. ഇവിടെ എന്താ ചെയ്യണ്ടേന്ന് അറിയൂ? എനിക്ക് തലയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ? എൻ്റെ പൊന്നു വെച്ചാൽ വാ നിറച്ച് വെക്കും. ഇവരെ ഭ്രാന്തായി കഴിഞ്ഞാൽ ഞങ്ങൾ പോലും പിടിച്ചാൽ കിട്ടൂല. അതെങ്ങനെ? ബോധം എന്ന് പറഞ്ഞൊരു സാധനമില്ലല്ലോ. 1ാം ക്ലാസ്സിൽ പഠിക്കണ കൊച്ചിനുണ്ടാവുമല്ലോ ഒന്നിനേക്കാളും ബുദ്ധി. ഇപ്പോൾ അവളെ കത്ത് എനിക്ക് കൊണ്ട് തരണതിന് പകരം വേറെ വല്ലവർക്കും കൊണ്ട് കൊടുത്തു തരുന്നെങ്കിൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടാവുമെന്ന് നിനക്ക് അറിയുമായിരുന്നോ? എങ്ങനെ പോയാലും ഉള്ള കിണി ഫുള്ള് എൻ്റെ തലയിലാണ് വന്ന് വീഴ്ചയോളൂ. അതുപോലെ ബുദ്ധിയും ബോധവും ഇല്ലാത്തൊരു സാധനം. കരഞ്ഞു കാണിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. എന്നെ മനസ്സലിയാൻ പോകുന്നില്ല. വെറുതെ ഇനി ഓവറാക്ട് ചെയ്യണ്ട. മതിയുടെ അവള് പൊക്കോട്ടെ. ഇതാണോ പ്രശ്നം? എനിക്കിത് കേൾക്കുമ്പോൾ ചെറിയ കാര്യമായിട്ട് തോന്നുന്നുണ്ടാവും. പക്ഷെ അന്ന് ഇവൻ ഇത്ര ഒന്നും അല്ല പറഞ്ഞത്. ഒന്ന് ആലോചിക്കണം കൂടി എനിക്കിഷ്ടമല്ല. എല്ലാവരും വിചാരിച്ചിരിക്കണത് അവനായിട്ട് വഴക്കുണ്ടാക്കിയിട്ടാണ് ഞാൻ അവനോടുള്ള ദേഷ്യം കാണിക്കണേന്ന്. ഇപ്പൊ പ്രശ്നം എന്താന്ന് നിനക്കും എനിക്ക് മാത്രമേ അറിയുള്ളൂ. പാർവതിക്ക് അറിയില്ല? ഇല്ല, അവനാ നേരത്തെ ദേഷ്യത്തിൽ എന്നെ വിളിച്ച് എന്തൊക്കെയോ പറഞ്ഞു. അവനത് കഴിഞ്ഞപ്പോൾ അത് മറന്നു. അവൻ എന്നെ ഒറ്റയ്ക്ക് വിളിച്ചിട്ട് ഈ കാര്യമൊക്കെ പറഞ്ഞെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇതിപ്പോൾ അവൻ്റെ കൂടെ അവർ രണ്ടുപേരും കൂടി ഉണ്ടായിരുന്നതുകൊണ്ടാണ് എനിക്കിപ്പോൾ ഇത്രയും പ്രശ്നമായത്. അത് വിടറോ, അത് കഴിഞ്ഞ കാര്യമല്ലേ. താൻ ഇനി അത് ആലോചിച്ചതിന് തൻ്റെ ലൈഫ് കളയുന്നു. കൊച്ചിന് ചായ വേണോ? എന്ത് ചായയാ? മേഡത്തിന് എന്ത് ചായ വേണ്ടേ? പാൽ ചായ. അതെ, ഇപ്പം ഉണ്ടാക്കിക്കൊണ്ട് വരാം. കൊച്ചി, കൊച്ചി, കൊച്ചി എണീക്ക്.